Hi friends, welcome to Fantasy Guru. Game Week 12 സംസാരിക്കുന്ന ഫാന്റസി ഗുരുവിന്റെ മറ്റൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു രണ്ടാഴ്ചത്തെ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമാണ് നമ്മൾ തിരികെ എത്തിയിരിക്കുന്നത്. എല്ലാവരും ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ നന്നായിട്ട് ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറച്ച് ഇപ്പൊ FPL ഡെഡ് ലൈൻ ആകുമ്പോൾ നമ്മൾ ടീമിലേക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന കുറെ ചോദ്യങ്ങളുണ്ടാകും. കാരണം വെച്ചാൽ രണ്ടാഴ്ച നമ്മൾ പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെടാണ്ട് ഇങ്ങനെ ഒരു ന്യൂസ് അറിയാതെ ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ടീമിലേക്ക് നോക്കുമ്പോൾ ഇനി ഇതിനകത്ത് ആരമായി തന്നെ ഇതിനകത്ത് ആരക്കളയാൻ എന്തൊക്കെയാ നടക്കണേ, ഇത് എവിടെ തുടങ്ങും എവിടെ അവസാനിപ്പിക്കും എന്നുള്ള മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ആ ഒരു ഡയലേമയിൽ ഇരിക്കുന്ന കുറെ ആളുകൾ അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. പേഴ്സണലി എന്നെ സംബന്ധിച്ചും പെട്ടെന്ന് ടീമിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ഉള്ളൊരു ഐഡിയ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൽ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു വീഡിയോ പുരോഗമിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം നമ്മുടെ മേജർ ഇഞ്ചുറി അപ്ഡേറ്റ്സ് നോക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 ഇഞ്ചുറി അപ്ഡേറ്റ് ആണ് മേജർ പറയാനുള്ളത്. അതൊന്ന്, കോൾ പാൽമർ വിൽ ബി ഫിറ്റ് ഫോർ ചെൽസി ഗെയിം ആയിരിക്കും അഗൈൻസ്റ്റ് ലെയ്സ്റ്റർ, ബിക്കോസ് ഹി സ്പോട്ടഡ് ഇൻ ദ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പുള്ളി ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാൽമർ ഏറെക്കുറെ ഫിറ്റ് ആണെന്നുള്ള വാർത്ത വരുന്നു. ബ്രയാൻ എംബിമോ ഫ്രം ബ്രെൻഫോർഡ്, ഹീസ് ഓൾസോ ഫിറ്റ്. അതുപോലെ തന്നെ എവർട്ടന്റെ മഗ്നീലും. ഈ 3 താരങ്ങളാണ് FPL വ്യാപകമായിട്ട് ടീമിനുള്ളത്. അതുകൊണ്ട് ഈ 3 താരങ്ങളെ ഏറെക്കുറെ ഫിറ്റ് എന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ചെൽസി നിരയിൽ തീർത്തും പുറത്തിരിക്കുന്ന താരം റീസ് ജെയിംസ് മാത്രമായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതാണ് ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് വരുന്നത്. ഇനി ബാക്കിയുള്ള ഇഞ്ചുറി അപ്ഡേറ്റ്സ് വരും ദിവസങ്ങളിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. വീഡിയോ ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ മേജർ കളിക്കാരെ, ഒരു FPL ടീമിലുള്ള മേജർ കളിക്കാരുടെ ഇപ്പോഴുള്ള അവസ്ഥ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് അവരെ വെച്ച് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ള കാര്യത്തിൽ ഒരു വിശദമായ ഒരു ടോപ്പിക്കാണ് സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ തുടങ്ങാൻ പോകുന്നത് എർലിംഗ് ഹാലൻഡിനെ പറ്റിയാണ്. എർലിംഗ് ഹാലൻഡ് നമ്മൾ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിന് പിരിയും മുമ്പ് നമുക്കൊക്കെ വളരെ വലിയൊരു ഹെഡേക്ക് വന്നൊരു കളിക്കാരാണ്. കാരണം വെച്ചാൽ പുള്ളിയുടെ ആ കൊടുക്കുന്ന ഒരു പൈസക്കുള്ള റിട്ടേൺ പുള്ളി തരുന്നില്ല. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് മാൻ സിറ്റി എന്ന ടീമിന്റെ ഒരു മോശം ഫോമും കൂടെ ആകുമ്പോൾ കുറെ ആളുകൾക്കെങ്കിലും എർലിംഗ് ഹാലൻഡിനെ വിറ്റാ കൊള്ളാമെന്നൊരു ടെംപ്റ്റേഷൻ വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറെ ആളുകളെയും വിൽക്കാൻ പേടിച്ചിരിപ്പുണ്ട്. സോ ആ ഒരു കാര്യത്തിലായിട്ടാണ് എന്റെ ശ്രദ്ധ എന്ന് പോകുന്നത്. എന്നെ സംബന്ധിച്ച് എർലിംഗ് ഹാലൻഡിനെ പറ്റി പറയുമ്പോൾ സ്റ്റാറ്റ്സ് വൈസ് നോക്കുമ്പോൾ എഗെയിൻസ്റ്റ് വൂൾസ്, എഗെയിൻസ്റ്റ് സിറ്റിയുടെ എവേ വൂൾസ് ഗെയിമിൽ മാത്രമാണ് എർലിംഗ് ഹാലൻഡ് സ്റ്റാറ്റ്സ് വൈസ് താഴെ പോയിട്ടുള്ളൂ. അതല്ലാത്ത എല്ലാ കളികളും എക്സ്പെക്ടഡ് ഗോൾ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്സിൽ എർലിംഗ് ഹാലൻഡ് എപ്പോഴും മുന്നിൽ തന്നെയായിരുന്നു. ഹി വാസ് സപ്പോസ് സ്കോർ. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് കിട്ടുന്ന ചാൻസുകൾ ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് പുള്ളി അത്രത്തോളം മികവ് പ്രകടിപ്പിച്ചില്ല എന്നുള്ളതുകൊണ്ട് പുള്ളിയുടെ എക്സ്പെക്ടഡ് ഗോൾ എന്നുള്ളൊരു ടാലി താഴത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും സ്റ്റാറ്റ് ബാക്കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർലിംഗ് ഹാലൻഡിന് സ്റ്റാറ്റ്സിന്റെ ബാക്കപ്പ് ഉണ്ട്. പിന്നെ എന്താണ് ഹാലൻഡ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എന്താണ് സിറ്റിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അതിന്റെ ഒരു മറുചോദ്യം വരുന്നത്. അവരുടെ മേജർ ആയിട്ടുള്ള ഡിഫൻസീവ് ഹോൾഡിംഗ് മിഡ്ഫീൽഡർ അല്ല റോഡ്രിക്ക് പരിക്ക് വരുന്നു. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് അവരുടെ ക്രിയേറ്റീവ് മിഡ് ആയിട്ടുള്ള ഡിബ്രോയിന് പരിക്ക് വരുന്നു. അതിന്റെ ഭാഗമായിട്ട് സിറ്റിയുടെ മൊത്തത്തിലുള്ള കളിയെ ബാധിച്ചിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോ ഇപ്പോൾ എന്നാൽ KDB തിരിച്ചു വരുന്നു എന്നുള്ള വാർത്ത എർലിംഗ് ഹാലൻഡിനെ ടീമിലായിട്ട് പിടിച്ചു നിർത്താൻ തക്ക പ്രാപ്യമായ ഒരു വാർത്തയാണെന്ന് ചോദിച്ചാൽ അതിലേട്ടാണ് നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത്. കെവിൻ ഡിബ്രോയിൻ ഒരു മികച്ച ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ആണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സിറ്റിയിലായിട്ട് പുള്ളി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിറ്റി ഗോൾ ചെയ്യാൻ കഴിയും. എന്നിരുന്നാൽ പോലും നമ്മൾ നോക്കൂ, അടുത്ത ഒരു ഗെയിം വീക്ക് 13 ടു ഗെയിം വീക്ക് 15, അതുപോലെയാണ് ഗെയിം വീക്ക് 16 ടു ഗെയിം വീക്ക് 18, ഈ ഒരു കാലയളവിൽ എല്ലാ ആഴ്ചയിലും സിറ്റിക്ക് 3 കളികൾ വരുന്നുണ്ട്. അതായത് ഒരു സാറ്റർഡേ കളിച്ചാൽ പിന്നെ മിഡിൽ ഒരു UCL വരുന്നു, പിന്നെ അടുത്ത സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ അടുത്ത ഗെയിം വരുന്നു. ഇപ്പോഴത്തെ ഡിബ്രോയിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് എർലിംഗ് ഹാലൻഡ്, അതായത് ഡിബ്രോയിന്റെ അവസ്ഥ വെച്ചിട്ട് ഈ പറഞ്ഞ എല്ലാ കളികളും കൂടെ ഡിബ്രോയിന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഡിബ്രോയിൻ റിട്ടയർഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയുന്ന ഒരു വാദം ഒരു ഭാഗികമായി പൊളിഞ്ഞു പോയാണ്. അത് ഡിബ്രോയിൻ വരുന്നു അതുകൊണ്ട് ഹാലൻഡിന് സർവീസ് ലഭിക്കും എന്ന് പറയുന്ന വാദം ഭാഗികമായി പൊളിഞ്ഞു. കാരണം എല്ലാ കളിയും ഡിബ്രോയിൻ സ്റ്റാർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ എല്ലാ കളിയും ഹാലൻഡിന് സർവീസ് ചെയ്യാൻ ഡിബ്രോയിൻ ഉണ്ടാവില്ല. റോഡ്രി ലോങ് ടൈം ഇഞ്ചുറിയാണ്. സോ സിറ്റിയെ സംബന്ധിച്ച് കാര്യമായ ഒരു ഇംപ്രൂവ്മെന്റ് ഈ ഡിബ്രോയിൻ വന്നു എന്നുള്ള കാരണം കൊണ്ട് ഈ പ്രീമിയർ ലീഗിൽ ഉണ്ടാവില്ല എന്ന് പറയേണ്ടി വരും. എന്നിരുന്നാൽ പോലും ചെറിയ ഇമ്പാക്ട് ഉണ്ടാക്കും ഡിബ്രോയിനെ പോലെ ഒരു പ്ലെയറെ സംബന്ധിച്ച്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഹാലൻഡിനെ ടീമിൽ എടുത്തു വെക്കുന്നതിന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാർ എടുത്തു വെക്കുന്നു, അവന്മാര് കൊണ്ട് ക്യാപ്റ്റൻ വെച്ച് എങ്ങാനും പോയിന്റ് അടിച്ച് പോയാലോ എന്നുള്ള പേടിയുണ്ട്. ഇനി നോക്കൂ, അറ്റ്ലീസ്റ്റ് ഗെയിം വീക്ക് 18 വരെ ഹാലൻഡ് ഒരു പ്രൈം ക്യാപ്റ്റൻസി ഓപ്ഷൻ അല്ല എന്ന് തന്നെ പറയുന്നത്. കാരണം വെച്ചാൽ ഓൺ സെയിം സൈഡ് വി ഹാവ് സല അല്ലെങ്കിൽ പാൽമർ, ഇതുപോലത്തെ അസറ്റുകൾക്കും മികച്ച ഗെയിമുകൾ വരുന്നു. ഹാലൻഡിനെ കവർ ചെയ്യാൻ കഴിയുന്ന ക്യാപ്റ്റൻസി പൊട്ടൻഷ്യൽ ഉള്ള ഗെയിംസ് ആണ് ഈ പറഞ്ഞ സലയ്ക്കും പാൽമർ വരുന്നത്. സോ ഇതിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്, ഇത്ര നാൾ നമ്മൾ ടീമിൽ ഹാലൻഡിനെ വെച്ചുകൊണ്ടിരുന്നത് എന്തെങ്കിലും ക്യാപ്റ്റൻ അടിച്ച് നമുക്ക് പോയിന്റ് നേടാം, മറ്റാർക്കും മികച്ച ഫിക്ചേഴ്സ് ഇല്ലായിരുന്നു.
എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ ഹാലൻഡ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ പോലും അതേ കവറേജ് തരാൻ കഴിയുന്ന സ്ഥലമുണ്ടെങ്കിലോ പാൽമറുണ്ടെങ്കിൽ നമുക്ക് അത് കവർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരെങ്കിലും ഹാലൻഡിനെ വിൽക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് ദേ ഹാവ് എ സോളിഡ് പ്ലാൻ ഇൻ ദെയർ മൈൻഡ് ആൻഡ് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ദ മണി ഫോർ ഇറ്റ് ഓൺലി ദ വേ ഇസ് ടു ഗെറ്റ് റിഡ് ഓഫ് ഹാലൻഡ് ആണെങ്കിൽ യു ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ഹാലൻഡ്. എനിക്ക് ഈ ഒരു ഗെയിം വീക്ക് 12 പറഞ്ഞു വെക്കാനുള്ള ബിഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനായിട്ട് ഒരു മേജർ ഒരു ആളെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു നല്ലൊരു മൂവ് നിങ്ങൾ കാണുന്നുണ്ട്, അതിനുള്ള ഒരേ ഒരു വഴി ഹാലൻഡ് ആണ് എന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹാലൻഡിനെ വിറ്റുകൊണ്ട് മറ്റൊരു അസറ്റിലേക്ക് പോകാൻ കഴിയുമെന്ന് ഹാലൻഡിനെ പറ്റി പറയാനുള്ളത്. ഇനി രണ്ടാമത് പറയാൻ പോകുന്ന മുഹമ്മദ് സലയെ പറ്റിയാണ്. നമ്മുടെ ടീമിൽ സല ഉള്ളവരുണ്ട്, സല ഇല്ലാത്തവരുണ്ട്. സല ഇല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത് സലയെ ടീമിനായിട്ട് എടുക്കുക. അതിന് നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടത് ഹാലൻഡിനാണെങ്കിൽ പോലും നോ പ്രോബ്ലം, യു ക്യാൻ ഡു ദാറ്റ്. പ്രൈം തിങ് ഈസ് ടു ഗെറ്റ് സല ബാക്ക്. വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലിവർപൂൾ എന്ന ടീമിന്റെ മികച്ച കളി, രണ്ട് സല ഈ സീസണിൽ കഴിഞ്ഞ 11 ഗെയിം വീക്കുകളിൽ ഏറെക്കുറെ 9 ഗെയിം വീക്കുകളിൽ അല്ലെങ്കിൽ 7 ഗെയിം വീക്കുകളിൽ ഡബിൾ ഡിജിറ്റ് ഹോൾ തന്നിട്ടുണ്ട്. അതായത് ഇരട്ടി 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ വളരെ മികച്ചൊരു റിട്ടേൺ തന്നെയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സല എല്ലാ കളിയും കളിക്കും. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ സല മറ്റു കളിക്കാരെ പോലെയല്ല ഇനിയിപ്പോ ചെറിയ ടീമുകൾക്കെതിരെ ഗോൾ അടിക്കണമെന്നോ വലിയ ടീമുകൾക്കെതിരെ ഗോൾ അടിക്കണമെന്നൊന്നുമില്ല. പുള്ളി മറ്റേ സാഗറിലേക്ക് ജാക്കി പറഞ്ഞ ജാക്കിക്ക് എല്ലാം ഒരേ മൈല എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഏത് ടീം വന്നാലും പുള്ളി അടിച്ച് തൂഫാനായി കളിയും. അതുകൊണ്ട് തന്നെ സലയെ സംബന്ധിച്ച് ഫിക്സർ നോക്കാൻ കാര്യമില്ല, ഓൾമോസ്റ്റ് 90 മിനിറ്റ്സ് സർട്ടനാണ്. മൂന്നാമത്തെ ഒരു ആർഗ്യുമെന്റ് അതിനകത്ത് വരുന്നത് എന്ന് വെച്ചാൽ ലിവർപൂളിന് ഈ പറഞ്ഞാൽ ഫിക്സർ കൺജക്ഷൻ വരുന്നുണ്ട്, ചാമ്പ്യൻസ് ലീഗിന്റെ ഇഷ്യൂ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കൂ, ലിവർപൂൾ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിന്റെ ഏറ്റവും ടോപ്പാണ് നിൽക്കുന്നത്. അടുത്ത ഒരു കളിയിൽ ഒരു ജയം മറ്റൊരു കളിയിൽ സമനില ഉണ്ടെങ്കിൽ അവർ ഏറെക്കുറെ സേഫ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടുതൽ കോൺസെൻട്രേഷൻ ഒരിക്കലും ഇനി UCL ആയിരിക്കില്ല. ദേ ആർ ഓൾമോസ്റ്റ് സേഫ് ഇൻ UCL. അതുകൊണ്ട് തന്നെ അവരുടെ പ്രീമിയർ ലീഗ് കോൺസെൻട്രേഷൻ ആണെങ്കിൽ കൂടുതൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സല പ്രീമിയർ ലീഗ് എല്ലാ കളിയും കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സല ടീമില്ലാത്തൊരു സല എടുക്കുക. അതുപോലെ തന്നെ ഇനിയുള്ള ഗെയിം വീക്കുകൾ സല മികച്ച ഒരു ക്യാപ്റ്റൻസി ഓപ്ഷനായി മാറുന്നുണ്ട്. സോ അതാണ് സലയെ പറ്റി പറയാനുള്ളത്. ഇനി ആരാണ് നോക്കാനുള്ളത്? പാൽമർ. പാൽമറെ പറ്റി ഈ സീസണിൽ ഇതുവരെയുള്ള കളികളിൽ മനസ്സിലാക്കാവുന്ന വളരെ ഈസി ആയിട്ട് സമ്മറൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, മോശം ടീമുകൾക്കെതിരെ പാൽമർ ഈസ് എ വെരി ഗുഡ് പ്ലെയർ. ബിഗ് ടീമുകൾക്കെതിരെ പാൽമറിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. സോ നമ്മുടെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാല് പാൽമർ അന്നൊക്കെ മോശം ടീമുകൾ കളിക്കുന്നോ അന്നൊക്കെ പാൽമറിന്റെ ടീമിലായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നോക്കൂ, പാൽമറിന്റെ അടുത്ത കളികള് ഗെയിം വീക്ക് 19 വരെ നോക്കുവാണെങ്കിൽ 4 കളികളിൽ ഗ്രീൻ സോണിൽ വരുന്നതാണ്. അതായത് ഏറ്റവും മികച്ച ഈസി ഫീച്ചേഴ്സ് വരുന്ന 4 കളികളുണ്ട്. ഈ ഗെയിം വീക്ക് 19 വരെ ഒരു ഗെയിമിൽ പോലും അവർക്ക് ഒരു റെഡ് ആയിട്ടില്ല, അതായത് ഒരു ടഫ് മാച്ച് വരുന്നില്ല. അതുകൊണ്ട് തന്നെ പാൽമർ ഈ ഒരു റീജിയനിൽ ഈ ഒരു സമയത്ത് എടുത്തു ചെയ്യാൻ കഴിയുന്ന മികച്ച ഒരു അസറ്റ് തന്നെയാവുന്നുണ്ട്. അത് ഈ ഒരു സീസൺ ട്രെൻഡ് വെച്ചാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഗെയിം വീക്ക് 12 അഗൈൻസ്റ്റ് ലെയ്സ്റ്റർ പാൽമർ ഒരു ക്യാപ്റ്റൻസി ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ ആണ് എന്ന് തന്നെ പറയേണ്ടത്. അതാണ് സോ പാൽമറിനെ പറ്റി പറയാനുള്ളത്. സോ യു ക്യാൻ ബ്രിങ് പാൽമർ. ഇനി അടുത്തൊരു അസറ്റ് വരുന്നത് സാക്കയാണ്. സാക്ക എന്ന് പറയുമ്പോൾ സാക്ക എന്നൊരു അസറ്റിനെ പറയുന്നത് ആ ടീമിനെ വരിക്ക് തിരിച്ചു തരാം. സിറ്റിക്ക് എന്ത് സംഭവിച്ചോ, അതായത് സിറ്റിക്ക് സംഭവിച്ചത് റോഡ്രിയും കെവിൻ ഡി ബ്രൂനും ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ ആഴ്സണൽ സംഭവിച്ചത് അല്ലെങ്കിൽ അവരുടെ ഫോമിൽ ഡിപ്പ് ഉണ്ടാക്കാനുള്ള കാരണം അവർക്ക് ഒഡേഗാർഡ് എന്നുള്ള ഒരു സിംഗിൾ പ്ലെയർ ഇല്ലാത്തതിന്റെ കാരണം കൊണ്ടാണ്. ഈ ഒഡേഗാർഡ് ആഴ്സണലിൽ തിരിച്ചു വന്നു. അതുകൊണ്ട് തന്നെ ആഴ്സണലിൽ ഒരു തിരിച്ചുവരവ് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബുക്കായ സാക്ക ഒരു നല്ലൊരു ബൈ ആയിട്ട് മാറുന്നുണ്ട്. ഈസി റൺ ഓഫ് ഫിക്സേഴ്സ് ആണ് വരുന്നത്. അപ്പോഴും അതിനകത്ത് ചെറിയൊരു പ്രശ്നം വരുന്നത് അവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ നില ഇച്ചിരി ഒരു പരിഗണനയാണ്. അതുകൊണ്ട് അവരുടെ കോൺസെൻട്രേഷൻ ചാമ്പ്യൻസ് ലീഗിലൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും സാക്ക ഒരു റൊട്ടേഷൻ ഫ്രീ ആണ്. പുള്ളി റൊട്ടേഷന് കാര്യമായി വിധേയമാകാറില്ല എന്നുള്ളതുകൊണ്ട് സാക്കയെ നമുക്ക് എടുത്തു വയ്ക്കാൻ കഴിയുന്ന മറ്റൊരു പ്ലെയർ ആണ്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇസാക്കാണ്. നമ്മൾ സീസൺ ആദ്യമൊക്കെ എടുത്തു വെച്ച് ഞാൻ ഉൾപ്പെടെ എന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റിലുണ്ടായിരുന്ന ഇസാക്കാണ്. ആ ഇസാക്ക് നമ്മൾ എടുത്തു വെച്ചു. സ്വാഭാവികമായിട്ട് നമ്മൾ ടീമിനായിട്ട് എടുത്തു വെക്കുമ്പോൾ പോയിട്ട് തരില്ല എന്നുള്ളത് അതിലൊരു നിയമം പോലെയാണല്ലോ. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചു, അങ്ങനെ നമ്മൾ വിറ്റു, നമ്മൾ പുള്ളിനെ പറ്റി മറന്നു. അപ്പൊ പുള്ളി തിരിച്ചു വന്നു. കഴിഞ്ഞ 3 കളികളായിട്ട് 26 പോയിന്റാണ് പുള്ളി അടിച്ചു കയറിയത്. ഇനി അങ്ങോട്ട് നോക്കുവാണെങ്കിൽ അപ്പോൾ ന്യൂകാസിന്റെ കളി കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യം ഒരു തിരിച്ചുവരവിന്റെ ഒരു സൂചനകൾ കാണിക്കുന്നത്. എസ്പെഷ്യലി ടാക്ടിക്കൽ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ അവര് ജോലിൻടണും അതുപോലെ തന്നെ അവരുടെ ടോപ്പ് എൻഡിൽ കളിക്കുന്നത് വില്ലോക്കും ആ ഒരു സൈഡിൽ വന്നതോടുകൂടി മിഡിൽ ജോലിൻടണും വിങ്ങില് വില്ലോക്കും വന്നതോടുകൂടി അവരൊരു സിസ്റ്റത്തിന് വെച്ചിട്ടുള്ള സ്റ്റേബിലിറ്റി കാണുന്നുണ്ട്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഈ പറഞ്ഞ പോലെ ഇസാക്കിന് ലഭിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇസാക്ക് നല്ലൊരു ബൈ ആവുന്നുണ്ട്. ഈ പറഞ്ഞ വലിയ കാര്യമായ റൊട്ടേഷൻ അതിനകത്ത് റിസ്ക് വരുന്നില്ല. ബിക്കോസ് അവർക്ക് ദേ ഡോണ്ട് ഹാവ് എനി യൂറോപ്യൻ കമ്മിറ്റ്മെന്റ്. കാലം വിൽസൺ ബാക്ക് ടു ഫിറ്റ്നസ് വരുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട്. എന്നിരുന്നാൽ പോലും തൽക്കാലം ഇസാക്ക് നമ്മളൊരു ഫോർവേഡ് ബൈ വരുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇഫ് യു ആർ പ്ലാനിങ് ടു സെൽ ഹാലൻഡ്
അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുത്തു കഴിയുന്ന ഒരു ഡിഫറൻഷ്യൽ ഒരു ടച്ച് ഉള്ള ഒരു പ്ലെയർ ഇസാക്ക് ആണ്. അതുകൊണ്ട് ഞാൻ ഇസാക്കിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്ലെയർ മറ്റൊന്നുമല്ല, ബ്രൂണോ ഫെർണാണ്ടസ് ഫ്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കഴിഞ്ഞ ആഴ്ച എന്റെ വീഡിയോ ഉണ്ടായിരുന്നില്ല, ഞാൻ ചില പേഴ്സണൽ തിരക്കിലായിരുന്നു. എന്നിരുന്നാൽ പോലും ഒന്ന് രണ്ട് ഒരു 5-6 പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു ചോദിച്ചു എന്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചവരുടെയൊക്കെ ഞാൻ പ്രയോറിറ്റി ട്രാൻസ്ഫർ ആയിട്ട് പറയുന്നത് ബ്രൂണോയാണ്. അങ്ങനെ ബ്രൂണോ എടുത്ത് പോയിന്റ് നേടിയ 1-2 പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അവർ ഈ വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി പോകണമെന്ന് അപേക്ഷിക്കുന്നു. ബ്രൂണോ ഫെർണാണ്ടസിനെ സംബന്ധിച്ച് അഗെയിൻ പുള്ളി ഒരു ഈ പറഞ്ഞ ടെൻഹാഗ് പോയതോടെ പുള്ളിനൊരു പ്രോപ്പർ നമ്പർ 10 റോളിൽ വാൻ നിസ്റ്റൽറോയ് പ്രതിഷ്ഠിക്കുന്നു. അതിന്റെ ഒരു ഔട്ട്പുട്ട് പുള്ളി കാണിക്കുന്നു. പുള്ളി ആ റോൾ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു താരമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, ടെൻഹാഗിനൊഴികെ. അപ്പൊ അതിന്റെ ഒരു ഔട്ട്പുട്ട് ബ്രൂണോ തരുന്നു. ഇനി നമുക്ക് പുതിയ മാനേജർ, അതായത് യുണൈറ്റഡിന് പുതിയ മാനേജർ വരുന്നു. ആ ഒരു മാനേജറിന്റെ കീഴിൽ റൂബൻ അമോറിൻ എന്ന് പറഞ്ഞ മാനേജർ സെൽറ്റിക്കിന്ന് വരുന്നു. ഈ സെൽറ്റിക്കിൽ ഈ ഒരു മാനേജറിന്റെ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഇൻ അറ്റാക്ക് 2 നമ്പർ 10 ഉണ്ടാവും, ഒരു നമ്പർ 9 ഉണ്ടാവും. അതായത് സ്ട്രൈക്കറിന് പുറകിൽ 2 നമ്പർ 10 കളിക്കുന്ന ഒരു ഫോർമേഷൻ ആണ് വരുന്നത്. ഈ ഫോർമേഷന് സെൽറ്റിക്ക് കളിച്ചുകൊണ്ടിരുന്ന കളിക്കാരന്റെ പേരാണ് പെഡ്രോ ഗോൺക്ലേവ് എന്ന് പറയുന്ന കളിക്കാരൻ. ഈ കളിക്കാരൻ 187 മത്സരങ്ങളിൽ നിന്ന് 81 ഗോളും 56 അസിസ്റ്റും നേടിയിട്ടുണ്ട്. അതേ ഒരു പൊസിഷനിലായിട്ടായിരിക്കും ബ്രൂണോ ഫെർണാണ്ടസ് കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ യഥാർത്ഥ ഔട്ട്പുട്ട് നമ്മൾ കാണാൻ കിടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇഫ് യു ആർ പ്ലാനിങ് എ മിഡ്ഫീൽഡ് ബൈ ദാറ്റ്സ് എ ബ്രൂണോ ഫെർണാണ്ടസ്. അതൊരു ആ ഒരു ബൈ നമ്മൾ പ്രോബ്ലി വി ക്യാൻ സേ ദാറ്റ് വി ആർ കർവിന് മുന്നോട്ട് നടക്കുക. അതായത് എല്ലാവരും വാങ്ങി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ മൂവിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതിന് പറയും. അതുപോലെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ബൈ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്തായിട്ട് പറയാവുന്നത് വാക്കിങ്സിനെ പറ്റിയാണ്. നമ്മൾ വാക്കിങ്സിനെ ഏറെക്കുറെ എല്ലാവരും മറന്നിരിക്കുകയാണ്. എന്തോ ആളുകൾക്ക് വാക്കിങ്സ് പ്രതീക്ഷിച്ച ഒരു ഔട്ട്പുട്ട് തരാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോൾ വാക്കിങ്സിന് കാര്യമായ ഹൈപ്പില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു ഫോർവേഡ് ബൈ നിങ്ങൾക്ക് ഒരു ഡിഫറൻഷ്യൽ ടച്ച് വേണമെങ്കിൽ ഇസാക്ക് അല്ലെങ്കിൽ വാങ്ങാൻ കഴിയുന്ന മറ്റൊരു പ്ലെയർ ആ ഒരു റേഞ്ചിലാണ് നോക്കുന്നതെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതല്ലാത്ത പക്ഷം നിക്കോളാസ് ജാക്സണും കൂനിയൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞ ഇസാക്കിന്റെ റേഞ്ചിലേക്കൊക്കെ നോക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നോക്കുന്നെങ്കിൽ വാക്കിങ്സിനെ വാങ്ങിക്കാൻ പറ്റിയ സമയം ഇപ്പോൾ തന്നെയാണ്. അടുത്ത 4 കളികളിൽ 3 കളി വരുന്ന ഹോം ഗെയിം ആണ്. ദാറ്റ് ടു ഈസി ഗെയിംസ് ആണ്. ആസ്റ്റൺ വില്ല ഹോം ഇസ് എ ഡിഫറെന്റ് ജം. അതുകൊണ്ട് തന്നെ ആസ്റ്റൺ വില്ലയ്ക്ക് ഹോമിൽ കളിക്കാൻ കഴിയും, വാക്കിങ്സിന് പോയിന്റ് തരാനും കഴിയും. പക്ഷെ വാക്കിങ്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് യൂറോപ്യൻ കോമ്പറ്റീഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവരെ വാക്കിങ്സിന് റീപ്ലേസ് വരുന്ന ഡുറാൻ എന്ന് പറയുന്ന കളിക്കാരനും അത്യാവശ്യം പോയിന്റ് തരുന്നുണ്ട്. ത്രൂ ഔട്ട് സീസൺ നമുക്കൊരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും ഗോൾ അടിക്കുന്ന ഒരു 60 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഗോൾ അടിക്കുന്നത്. സോ നിങ്ങളുടെ പ്ലെയർ ഒരു 70 മിനിറ്റ്സ് മാത്രമാണ് കളിക്കുന്നത്, അത് കഴിഞ്ഞ് സബ് വരുന്നെങ്കിൽ ഇറ്റ് ഡസന്റ് മേക്ക് മച്ച് സെൻസ്. അതല്ല ഇനി വാക്കിങ്സിന് 90 മിനിറ്റ്സ് ഒക്കെ കൺഫേം കിട്ടുന്നുണ്ടെങ്കിൽ വാക്കിങ്സിലോട്ട് വരാം. പക്ഷെ ഞാൻ പറയുന്നു ഫിക്സർ വൈസ് വാക്കിങ്സ് ഈസ് എ വെരി ഗുഡ് പിക്ക് ഫോർ ദ മൊമെന്റ്. അപ്പൊ ആർക്കെങ്കിലും വാക്കിങ്സിലോട്ട് പോകാൻ മനസ്സ് തുടിച്ച് ഇപ്പുണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ പേര് പോകാതിരിക്കേണ്ട. വാക്കിങ്സ് ഈസ് എ മസ്റ്റ് ബൈ, അല്ലെങ്കിൽ നല്ലൊരു ബൈ തന്നെയാണ് ഈ ഒരാഴ്ച. ഇനി പറയാവുന്ന ടോട്ടനാമിന്റെ അസറ്റിനെ പറ്റിയാണ്. ഇതുവരെ ടോട്ടനാം അസറ്റുകൾ എടുക്കാത്ത ആൾക്കാർ തൽക്കാലം എടുക്കാതിരിക്കുക. കാര്യമായ മികച്ച ഫിക്സേഴ്സ് അവർക്ക് വരുന്നില്ല. ഇനി ടോട്ടനാമിന് എടുക്കണമെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് എടുത്താൽ മതി. നമുക്ക് ആ വിലയ്ക്ക് ഇഷ്ടംപോലെ കളിക്കാരെ കിട്ടാണ്ട്. ഇനി അതുപോലെ ടോട്ടനാം പ്ലേയേഴ്സിനെ കീപ്പ് ചെയ്യുന്ന എക്സ്പെഷ്യലി അറ്റാക്കിംഗ് ഡെവലപ്പ് ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഒഴിവാക്കി തുടങ്ങിക്കോളാം. യു ഹാവ് മെനി അതർ ഓപ്ഷൻ ഇൻ ദ വേറെ ടീമുകളിലുണ്ട്. അപ്പൊ അത്തരം ഓപ്ഷൻസിലായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയട്ടെ. അതുകൊണ്ട് തന്നെ ടോട്ടനാമിനെ ഡെവലപ്പ് ഒന്നും ചെയ്യാതിരിക്കുക. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് പറയാനുള്ളത് ഈ പറഞ്ഞ ചെറിയ ബൈകളാണ്. അപ്പൊ നിങ്ങൾ ടീമിലോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മെയിൻ അസറ്റുകളെയൊക്കെ ടച്ച് ചെയ്ത് പോയി. പിന്നെ നോക്കുമ്പോൾ ഒരു റോജേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എമിൽ സ്മിത്രോ ഉണ്ടാവും, ഒരു സമന്വയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇനിയിപ്പോ റോജേഴ്സിനെ മാറ്റി ആരെയും കൊണ്ടണം. റോജേഴ്സിനുള്ളവർ റോജേഴ്സിനെ കീപ്പ് ചെയ്യുക, സമന്വയമുള്ളവർ സമന്വയം കീപ്പ് ചെയ്യുക. എമിൽ സ്മിത്രോ ഉള്ളവര് വേറെ ട്രാൻസ്ഫർ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഈ പറഞ്ഞ എമിൽ സ്മിത്രോ ടു അന്റോണിയോ സമന്വയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റോജേഴ്സിലോട്ട് വരാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ എമിൽ സ്മിത്രോനെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ട് റൺ ഓഫ് ഫിക്സേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്മിത്രോയുടെ പരിപാടി ഏറെക്കുറെ അവസാനിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ലാസ്റ്റ് പറയാനുള്ളത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ കാര്യത്തെ പറ്റിയാണ്. ക്രിസ് വുഡിന്റെ കാര്യം പറഞ്ഞു, ഐനയുടെ കാര്യം പറഞ്ഞു. ഈ ഐനയൊക്കെ ടോപ്പ് സ്കോറിംഗ് ഡിഫൻഡേഴ്സിന്റെ 2ാം സ്ഥാനത്തുള്ള കളിക്കാരനാണ്. ക്രിസ് വുഡും ഫോർവേഡിൽ ഭയങ്കരമായിട്ട് പോയിന്റ് ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഇനി പോയി ക്രിസ് വുഡിനെ മേടിക്കാന്നുള്ളത് അതിന് വലിയ കാര്യമില്ല. കാരണം ഇനി NFOയ്ക്ക് വരുന്ന കളികൾ വളരെ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് തന്നെ ക്രിസ് വുഡിന്റെ പോയിന്റിന്റെ ഏറെക്കുറെ പരിസമാപ്തിയിലായിട്ട് എത്തിയിരിക്കുന്നു. ഇനി ക്രിസ് വുഡിനെ വാങ്ങേണ്ട ഒരു കാര്യമില്ല. അതേപോലെ നിങ്ങൾക്ക് ജാക്സണോ കൂനിയോ ഒക്കെ വാങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ഇൻഫാക്ട് ജാവോ പെഡ്രോ ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങാനുള്ള ഒരു ഓപ്ഷനാണ്. ജാവോ പെഡ്രോനെ ഞാൻ സജസ്റ്റ് ചെയ്യാണ്.
സോ അത്തരം രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് ആക്റ്റീവ് ചെയ്യുമായിരിക്കും ഈ ഒരു ഗെയിം വീക്ക്, എക്സ്പെഷ്യലി ഇന്റർനാഷണൽ ഗെയിം വീക്ക് കഴിഞ്ഞ് വരുമ്പോൾ, ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ക്യാപ്റ്റൻസ് ഓഫ് കോഴ്സ് സല അഗെയിൻസ്റ്റ് സൗത്താംപ്ടൺ ഞാൻ പറയുന്നത്. സോ അതെല്ലാമാണ് ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ഉടനെ കാണാം. അതുവരെ ഗുഡ് ബൈ.